ബഷാർ അൽ അസദ് ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നതിലൂടെ സിറിയൻ വിമതരുടെ ശത്രുപക്ഷത്ത് നിൽക്കുകയാണ് റഷ്യ. വിമതർ സിറിയ കീഴടക്കവേ റഷ്യയ്ക്ക് നയതന്ത്രപരമായ നഷ്ടത്തിനപ്പുറം ഭീഷണികളുമുണ്ട്. പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ സ്വാധീനം അവകാശപ്പെടാൻ റഷ്യയ്ക്കുള്ള പ്രധാന പിടിവള്ളിയാണ് സിറിയ. ലോകശക്തിയെന്ന് അഭിമാനിക്കാൻ വ്ളാഡിമിർ പുടിൻ ഉയർത്തിക്കാണിക്കുന്ന ഈ വിദൂര സ്വാധീനത്തിന് സിറിയയിൽ തിരിച്ചടിയേൽക്കുന്നു എന്നാണ് റഷ്യയിലെ യുദ്ധനിരീക്ഷകർ കണക്കാക്കുന്നത്. 2015 ആഭ്യന്തര യുദ്ധത്തിൽ സിറിയൻ ഭരണകൂടത്തിന്റെ പ്രതിരോധങ്ങളെ ശക്തമായി പിന്തുണച്ചവരാണ് റഷ്യ. ഇന്നതല്ല അവസ്ഥ. ഒരു വശത്ത് യുക്രൈൻ യുദ്ധം സൈനിക ശേഷിയുടെ പരമാവധി ആവശ്യപ്പെടുന്നു. പാശ്ചാത്യ ശക്തികളുമായുള്ള ഏറ്റുമുട്ടലായി മാറിയ യുദ്ധം പാരമ്യത്തിൽ എത്തി നിൽക്കവെയാണ് അവസരം മുതലെടുത്ത് സിറിയയിൽ വിമത മുന്നേറ്റം ആരംഭിച്ചത്. തിരിച്ചടികൾക്ക് പിന്നാലെ പ്രസിഡന്റ് ബഷാർ അൽ അസദ് രാജ്യം വിടുകകൂടി ചെയ്തിരിക്കുന്നു. സിറിയൻ ഭരണകൂടത്തിന്റെ ഈ പതനം റഷ്യയുടെ കൂടി തോൽവിയാണ്. പശ്ചിമേഷ്യയിലെയും മെഡിറ്ററേനിയൻ തീരത്തെയും അതിനപ്പുറം ആഫ്രിക്കയിലെയും വേരുകളെ ദുർബലപ്പെടുത്താൻ ശേഷിയുള്ള ഒരു തോൽവിയാണിത്. പക്ഷേ സിറിയയിലെ റഷ്യയുടെ 2 തന്ത്രപ്രധാന മേഖലകളുടെ സുരക്ഷ പ്രത്യക്ഷ ഭീഷണി നേരിടുകയാണ്. ഒന്ന്, ലഡാക്ക് പ്രവിശ്യയിലെ മൈം വ്യോമതാവളം. 2, ടാർട്ടൂസ് തീരത്തെ നാവിക കേന്ദ്രം. ആഫ്രിക്കയിലെ റഷ്യയുടെ സൈനിക ഇടപാടുകളുടെയെല്ലാം ഹബ്ബാണ് മൈം വ്യോമതാവളം. വിമത ആക്രമണങ്ങളെ ചെറുക്കാൻ റഷ്യ നൽകി വരുന്ന വ്യോമ പിന്തുണയുടെ സംഭരണ കേന്ദ്രവും ഇവിടമാണ്. എന്നാൽ ഭൂഗർഭ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഈ സൈനിക കെട്ടിടം എതിരാളികളുടെ മിസൈൽ, ഡ്രോൺ ഫോക്കസുകളിലെത്തിക്കഴിഞ്ഞാൽ നിലം പതിക്കും. സിറിയയിലെ റഷ്യയുടെ സൈനിക ശേഷിയുടെ 75% ഇത് നിരായുധീകരിക്കും. ഒരു പരിധിവരെ ചെറുത്തുനിൽപ്പിന് ശേഷിയുണ്ടെങ്കിലും ടാർട്ടൂസിലെ നാവികതാവളത്തിന്റെ സ്ഥിതിയും ഏതാണ്ട് സമാനമാണ്. മെഡിറ്ററേനിയൻ തീരത്തെ റഷ്യയുടെ ഏക കപ്പൽ റിപ്പയർമെന്റ് സ്റ്റേഷൻ കൂടിയാണ് ടാർട്ടൂസിലേത്. അതുകൊണ്ട് തന്നെ ഇരു മേഖലകളിലും ഒരേറ്റുമുട്ടലുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാനായിരിക്കും റഷ്യ ഇന്നത്തെ നിലയ്ക്ക് മുൻഗണന കൊടുക്കുക. മുൻകരുതലെന്ന നിലയ്ക്ക് ഇരു കേന്ദ്രങ്ങളിൽ നിന്നും സൈനികരെ തിരിച്ചുവിളിക്കുകയും കപ്പലുകൾ നീക്കം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു റഷ്യ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.